ഹലോ, ഞാനിന്നൊരു സ്പെഷ്യൽ ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ പോയ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ബിരിയാണിയാണ് ബാംഗ്ലൂർ മേഘ്ന ബിരിയാണി. അതിൻ്റെ റെസിപ്പി ഇതുവരെ പുറത്ത് റിവീലായിട്ടില്ല എന്നാണ് പറയണത്. പക്ഷെ അത് കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് പിടിച്ച് പലരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ബിരിയാണി, മേഘ്ന ബിരിയാണി. ഞാനും അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാണ്. അത്ര തന്നെ പെർഫെക്ഷൻ ആവുമൊന്നുമില്ലെങ്കിലും നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. അതിനായിട്ട് നല്ല ചുവട് കട്ടിയുള്ള ഒരു ഉരുളിയിലേക്ക് നെയ്യും എണ്ണയും കൂടി മിക്സാക്കിയതിന് ശേഷം മുഴുവൻ മസാലയായ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബ്ലാക്ക് ഏലക്ക, തക്കോലം, ജാതിപത്രി, പിന്നെ പട്ടയുടെ ഇല ഇതൊക്കെ ഇട്ട് ഒന്ന് ആയതിന് ശേഷം ഒരു 2 സവാളയും ഇട്ട് വഴറ്റിയതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സ്പെഷ്യൽ ബിരിയാണി മസാല ഇത്രയും ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ക്യൂബാക്കി വെച്ച ടൊമാറ്റോ ആണ്. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞങ്ങൾ 3 പേരേ വീട്ടിലുള്ളൂ. അത് കാരണം ഏകദേശം ഒരു 400 ഗ്രാം അരിയും 400 ഗ്രാം ചിക്കനും എടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാൻ. ഈ മസാലകളെല്ലാം ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. ഈ ബിരിയാണിയുടെ മെയിൻ അട്രാക്ഷൻ തേങ്ങാപ്പാലിലാണ്. ഇതിലത്തെ ചിക്കനും റൈസും ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുക. ബോൺലെസ് ചിക്കനാണ് ഈ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ നേരത്തെ ഞാൻ ഉപ്പ്, ചില്ലി പൗഡർ, ടെർമറിക് പൗഡർ, പെപ്പർ പൗഡർ, പിന്നെ ദഹി, തൈര്, ലെമൺ ജ്യൂസ് ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ വെച്ചതാണ്. ഇനി ഈ വറ്റി വന്ന തേങ്ങാപ്പാൽ മസാലക്കൂട്ടിലേക്ക് ഈ ചിക്കൻ ചേർത്ത് വയ്ക്കണം. ഇതിൽ വേറെ വെള്ളം ഒന്നും ചേർക്കരുത്. ഇനി അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇനി റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളം വെച്ച് അതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ് കൂട്ടത്തിൽ സാജീരകവും ഇട്ട് കൊടുക്കണം. ഇനി ആ വെള്ളം നന്നായി തിളയ്ക്കട്ടെ. അതിനിടയ്ക്ക് നമ്മുടെ ചിക്കനൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഈ വെള്ളം നന്നായി തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരുവിധം നല്ലതുപോലെ കുക്കായി റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ റോസ്റ്റായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ സമയം എടുത്ത് ഉണ്ടാക്കേണ്ട ഒരു ബിരിയാണിയാണിത്. പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് സമയം എടുത്ത് തന്നെ ഉണ്ടാക്കണം. ഇനി അതേ ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു 1/2 മുറി സവാളയും കൂടെ അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറേശ്ശെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ്. അതും കൂടെ അതിൻ്റെ കൂടെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കണം. ഇനി ഒരു 1/2 മുറി തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കണേ. ജസ്റ്റ് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവട്ടെ. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ മസാലക്കൂട്ട് റൈസിന് വേണ്ടിയാണ്. ഇതിനകത്ത് കൂടുതൽ സ്പൈസി ഇടേണ്ട ആവശ്യമില്ല. ഇത് ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ബിരിയാണിയല്ല. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അത് നന്നായി തിളച്ചു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ കഴുകി വെച്ച 400 ഗ്രാം ബസ്മതി അരിയാണ്. നല്ല ക്വാളിറ്റിയുള്ള, പെട്ടെന്ന് പൊടിഞ്ഞു പോകാത്ത നല്ല അരി വേണം ഇതിന് യൂസ് ചെയ്യാൻ. അപ്പോൾ 1/2 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്, വാഷ് ചെയ്തിട്ട്. അത് നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഒഴിച്ച ഈ തേങ്ങാപ്പാൽ എത്ര ക്വാണ്ടിറ്റി ഒഴിച്ചു അതിൻ്റെ ഹാഫ് ആവുന്നത് വരെ വറ്റിച്ചെടുക്കണം.
നേരത്തെ നമ്മൾ അരിയിലേക്കുള്ള ഉപ്പ് ഇട്ടുണ്ട്. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പുതിനയും മല്ലിയിലയും അരിഞ്ഞതാണ്. ഈ തേങ്ങാപ്പാൽ നല്ലതുപോലെ വറ്റട്ടെ. നമ്മൾ നേരത്തെ ഈ ചിക്കനിൽ പുതിനയും മല്ലിയിലയും ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ ഇട്ട് അത് അടച്ച് മാറ്റി വയ്ക്കാം. ഈ അരി പ്രത്യേകം ശ്രദ്ധിക്കണം, ഹാഫ് കുക്ക് പോലും ആവരുത്. ജസ്റ്റ് തിളച്ച് വരാനേ പാടുള്ളൂ. തിളച്ച് വന്ന് 2-3 മിനിറ്റ് കഴിഞ്ഞ് ഈ വെള്ളം വറുത്തെടുക്കണം. അല്പം പോലും വെള്ളം ഇല്ലാതെ ഈ തേങ്ങാപ്പാൽ കൂട്ടിലേക്ക് നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് തിളച്ച് ഒന്ന് വേവാനേ പാടുള്ളൂ, ഹാഫ് കുക്ക് പോലും ആവരുത്. സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ചോറ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്യണം. അടിയിൽ നമ്മുടെ മസാല ഗ്രേവി ഉണ്ട്. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ റൈസ് ഇനി ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ചെറിയ സിമ്മാക്കിയിട്ടിട്ട് അതിൻ്റെ മസാലയുടെ മണമൊക്കെ മൊത്തത്തിലാവാൻ വേണ്ടിയാണ് ഹോളിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നതിന് ശേഷം പാലിൽ സാഫ്രോൺ കുതിർത്ത് വെച്ചതാണ് ഞാൻ. മഞ്ഞൾപ്പൊടി ഇട്ട പാൽ യൂസ് ചെയ്യരുത്, ഇതിന് സാഫ്രോൺ തന്നെ യൂസ് ചെയ്യണം. ഇനി അത് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് ശേഷം പുതിനയും മല്ലിയിലയും അരിഞ്ഞതും കൂടെ സ്പ്രെഡ് ചെയ്ത് വീണ്ടും നമുക്കൊന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. സിമ്മിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ ഇതിൻ്റെ മേളിലിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ ഒരു പ്രത്യേക മണം വരുന്നുണ്ട്. റൂമിൽ മുഴുവനായി ബിരിയാണിയുടെ മണമാണ്. ഇനി നമ്മൾ നേരത്തെ 2 സവാള നെയ്യിൽ ഫ്രൈ ചെയ്ത് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. അതൊന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ അടിപൊളി ബാംഗ്ലൂർ മാഗ്ന ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. മറ്റ് ബിരിയാണിയിൽ നിന്നും തികച്ചും ഡിഫറെൻ്റാണ്, അടിപൊളിയാണ്. താങ്ക് യു.